ഇനി വിരാട് കോഹ്ലി ഇല്ലാത്ത ടെസ്റ്റ് ക്രിക്കറ്റ് കാലം. വെള്ളക്കുപ്പായത്തിലെ മത്സരം അവസാനിപ്പിക്കുകയാണെന്ന് വിരാട് കോഹ്ലി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ക്രിക്കറ്റിന്റെ മഹോന്നത രൂപത്തിൽ 10,000 റൺസ് എന്ന അതിവിശിഷ്ട പദവിക്ക് തൊട്ടരികെ നിൽക്കുകയാണ്. കളി മതിയാക്കുകയാണെന്ന കോഹ്ലിയുടെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. വെള്ളക്കുപ്പായമണിഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരിക്കൽ കൂടി വലിയൊരു ശൂന്യത അറിയാൻ പോകുന്നു. സച്ചിൻ ഒഴിച്ചിട്ട വിടവറിയാതെ ഇന്ത്യയെ ഇത്രനാൾ ആനന്ദിപ്പിച്ച വിരാട് കോഹ്ലിയും ഒടുവിൽ ആ കടുത്ത തീരുമാനമെടുത്തു. ബാഗി ബ്ലൂവിനോട് വിട. 14 വർഷം നീണ്ട കരിയറിനെ ഇനി ഓർമ്മപ്പെടുത്തുക കളിക്കളത്തിൽ വിരാട് തീർത്ത വിജയ നിമിഷങ്ങളും പോരാട്ട വീര്യവുമാണ്. വർഷമായി ഇത്രനാൾ മുന്നോട്ട് പോകാനാകുമെന്ന് കരുതിയതായിരുന്നില്ല. ഇന്ത്യയുടെ ടെസ്റ്റ് കുപ്പായമണിഞ്ഞുള്ള മത്സരങ്ങൾ ഏറെ വിലമതിക്കാനാകാത്തതാണ്. തന്നെ പാകപ്പെടുത്തിയത് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റാണ്. ഏറെ പഠിപ്പിച്ചതും ടെസ്റ്റാണ്. വിരമിക്കൽ കഠിനമാണ്, പക്ഷേ അനിവാര്യവുമാണ്, കോഹ്ലി കുറിച്ചു. ഇന്ത്യക്ക് ഏറ്റവുമധികം ടെസ്റ്റ് ജയങ്ങൾ സമ്മാനിച്ച നായകൻ. ഒറ്റ വരിയിൽ പറയാം വിരാട് കോഹ്ലിയുടെ മികവിന്. ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ നടുവിൽ വെച്ച് അപ്രതീക്ഷിതമായി ധോണിയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട നായക പദവിയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് നായകനിലേക്കുള്ള വളർച്ച. BCCIയോട് നേരത്തെ തന്നെ കോഹ്ലി തന്റെ വിരമിക്കൽ തീരുമാനം അറിയിച്ചിരുന്നു. പക്ഷേ അടുത്ത മാസം നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനം കൂടി അദ്ദേഹം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. സമീപകാലത്തെ ഫോം മങ്ങൽ, അതേ തുടർന്നുള്ള വിമർശനങ്ങൾ, പ്രായം 37 തൊട്ടുമുൻപുള്ള രോഹിത് ശർമ്മയുടെ പടിയിറക്കം പലതും കോഹ്ലിയെ സ്വാധീനിച്ചിരിക്കാം. ടീമിന്റെ വിജയമായിരുന്നു വിരാട് കോഹ്ലിക്ക് എന്നും പ്രധാനം. അതിലേക്ക് പലപ്പോഴും ഒറ്റയാനായി തന്നെയുള്ള പോരാട്ടത്തിൽ പിറന്നതാണ് വ്യക്തിപരമായ നേട്ടങ്ങളൊക്കെ. എണ്ണം പറഞ്ഞ 7 ഇരട്ട സെഞ്ചുറികൾ, 31 ടെസ്റ്റ് സെഞ്ചുറി, 30 അർദ്ധ സെഞ്ചുറികൾ. ടെസ്റ്റ് മഹാരഥന്മാരുടെ അതിവിശിഷ്ട പട്ടികയായ 10,000 റൺസ് ക്ലബിൽ അംഗത്വമെടുക്കാൻ കേവലം 730 റൺസ് കൂടി മതിയായിരുന്നു വിരാടിന്. എന്നാൽ അതിന് കാത്തുനിൽക്കാതെ മടങ്ങുകയാണ് കോഹ്ലി. ഒരു ചാമ്പ്യന് മാത്രം കഴിയുന്ന അതിശക്തമായ തീരുമാനം. നിറം മങ്ങുന്നത് കോഹ്ലിക്കല്ല, ആ 10,000 റൺസ് ക്ലബിനാണെന്ന് മാത്രം. 2011 മുതൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നമ്മൾ കണ്ടുശീലിച്ച വിരാട് കോഹ്ലി ഇല്ലാതെ ഇനി ഇന്ത്യൻ ടീം. 2020 നേരത്തെ മതിയാക്കിയ കോഹ്ലിക്ക് ഇനി ബാക്കിയുള്ളത് ഇന്ത്യയുടെ ഏകദിന കുപ്പായം മാത്രം. അതും ഇനി എത്ര നാൾ എന്ന് നെടുവീർപ്പിടുന്നു ആരാധകർ. ഓർക്കാൻ ആവോളം നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. നന്ദി നിങ്ങളുടെ പോരാട്ട വീര്യത്തിന്, വിജയ നിമിഷങ്ങൾക്ക്, കളിക്കളത്തിലെ കുസൃതികൾക്ക്. മറക്കില്ല. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.